ചെറിയ അബദ്ധങ്ങളും വലിയ അബദ്ധങ്ങളും പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഇന്നും എനിക്ക് അബദ്ധം പറ്റിയിട്ടോ. വലിയ കാര്യത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ എല്ലാം എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഒറ്റ ഇമേജും ഇല്ല കേട്ടോ. ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ മുറ്റോടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗാർഡൻ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചധികം മൾട്ടിപെറ്റൽ പോൾസത്തിൻ്റെ പ്ലാന്റുകൾ മാറ്റി നട്ടില്ലേ, അപ്പോൾ അവരെയും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കാൻ പാകത്തിന് ഒരു ചെറിയ സ്റ്റാൻഡും കൂടെ നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുത്തു. പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നേ, ഒരു 2 സിമെൻറ്റ് കട്ട വെച്ചിട്ട് പഴയ ഒരു കട്ടളയുടെ ഒരു പീസ് എടുത്തതാ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ മൾട്ടിപെറ്റൽ ബോൾസും എല്ലാം കൂടെ ഇതുപോലെ നിരത്തി വെച്ചു. ഓറഞ്ച് പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ അതിൻ്റെ ഒരു എടുപ്പ് അല്ലേ? പിന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാങ്ങിയിട്ടുള്ള നമ്മുടെ ചൈനീസ് ബോൾസ് ഉണ്ടല്ലോ, അവർക്കെല്ലാം കുറച്ച് രോഗമായിരുന്നേ. അവരെ ഞാൻ ജസ്റ്റ് മരുന്നൊക്കെ അടിച്ച്, വേറെ ഒന്നും കൊടുത്തില്ല, സ്യൂഡോമോണസ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനൊരു ചെറിയൊരു ഫംഗലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറിയിട്ട് അവരെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ആക്കിയിട്ട് താഴെ കുറച്ച് അക്ലോണിമയും കലാത്തിയൊക്കെ വെച്ചു. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മുകളിൽ വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ ഹാങ്ങിങ് വെങ്കിയുണ്ട്. അതുപോലെ ഇപ്പുറ സൈഡ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലോക്സ് ഉണ്ട് കേട്ടോ. ഫ്ലോക്സിൻ്റെ പുതിയ കളർ വിരിഞ്ഞതാണ് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് പറമ്പിൽ ജാതിക്ക് പെറുക്കാൻ വേണ്ടി പോയി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പല്ല കേട്ടോ, വേറൊരു പറമ്പുണ്ട് അവിടെ. അതിൻ്റെ ഒരു സൈഡ് ഇതുപോലൊരു തോടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു തോടുണ്ടായിരുന്നെങ്കിലെന്ന്. ഈ പറമ്പിൽ ജാതിക്ക് പെറുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതുപോലെ ഉപ്പ് കൊണ്ടു കേട്ടോ. കാരണം ഇവിടെ തോട്ടപ്പുഴ ഉണ്ട്, അതിന് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കയറിയാൽ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉപ്പ് കൊണ്ടു. ഫുള്ള് ജാതിയാണ്. അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നല്ലൊരു സുന്ദരമായിട്ട് ക്ലീനായിട്ട് ഒഴുകുന്ന ഒരു നല്ലൊരു തോട് കേട്ടോ. പിന്നെ ഇതൊക്കെ ജാതിക്കൊക്കെ പെറുക്കി ഒരു തേങ്ങയും കിട്ടി. ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കയറി പോകുന്നത് കേട്ടോ. ഒരു വലിയൊരു കയറ്റമാണ്. താഴത്തോട് മുകളിലേക്ക് ഫുള്ള് റബ്ബറാണ് കേട്ടോ. താഴ്വശം മാത്രമാണ് ജാതി. ഇതുപോലെ ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഇപ്പോൾ വെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല, ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങുള്ളൂ. പിന്നെ കയറി വന്നു കഴിഞ്ഞപ്പോൾ വഴിയിലേക്ക് നിന്ന് അപ്പൂപ്പൻ തടി വെറുതെ ഊതിക്കളിച്ച് വെറുതെ ഒരു ഷോ കാണിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ നമ്മുടെ മഴത്തുള്ളിയില്ലേ, ഇതും കാണാൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയ ഒരു നൊസ്റ്റാളജിയിൽ ഇതുപോലെ കണ്ണിലും കൊണ്ട് എഴുതി. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. അടുത്ത വീഡിയോ നാളെ കാണാം.